അഡ്വെന്റിസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാപഞ്ചികമായിട്ടുള്ള ഇതുവരെയും നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലതും പറയുകയായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഉൽക്കകൾ വീഴുന്നു, ആസ്ട്രോയിഡ് പൊട്ടിത്തെറിച്ച് വീഴുന്നുകൊണ്ട് രക്തമഴ പെയ്യുന്നു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ജനസംഖ്യ വർധനവുണ്ട്, ക്ഷാമം ഉണ്ടാകുന്നു, കിണറുകൾ അപ്രത്യക്ഷമാകുന്നു, ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2004 നമ്മൾ സുനാമി ഉണ്ടായത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും. സുനാമി വന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ സുമാത്ര ദ്വീപുകളിലുണ്ടായ ഭൂമി കുലുക്കത്തിനകത്ത് എർത്ത് നിന്നാണ് തിരമാലകൾ വന്നുണ്ടായെന്നാണ് പറയുന്നത്. ഒരുപാട് പേരന്ന് മരിച്ചുപോയി. അതൊരു നമ്മളെ കാണിക്കുകയാണ്, ഇങ്ങനെ വെള്ളം കയറി കരയിലേക്ക് കയറാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കോസ് 21 അധ്യായത്തിലെ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾ നിരാശയോടി പരിഭ്രമം ഉണ്ടാകും എന്ന് പറയുന്ന ഭാഗം ഈ തരണത്തിൽ ഓർക്കുകയാണ്. കാരണം ഭൂമിയിലെ കടലിലെയും ഓളത്തിൻ്റെയും മുഴക്കം ഏത് സമയത്തും ഈ കടല് കരയിലേക്ക് കയറി കരയെടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവരുടെ ജീവൻ കൊണ്ടുപോകും എന്നുള്ള, അതുകൊണ്ട് ഈ മുഴക്കം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് പരിഭ്രമം ഉണ്ടാകും എന്ന് പറയുന്ന ഭാഗം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളതെന്ന് കണ്ടിട്ട് തനിക്ക് ബോധിച്ചവരെയും ഭാര്യയായിരുന്നു. ഇന്ന് നോക്കിയുള്ള ഓരോ ഭവനങ്ങളിലെ ജീവിതം എത്ര കുത്തഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കാണുന്നത്. ആത്മഹത്യ, ഡൈവേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് ധാരാളമായി കാണുന്നു. അതുപോലെ നിയമങ്ങളും ആ രീതിയിൽ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണുന്നു. ഇത് ഒരു രീതിയിൽ ഒരു സോഷ്യലായിട്ടുള്ളൊരു അടയാളമാണ്. എന്നാൽ പോലും അത് പറയുകയാണത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു സമയമായി തീർന്നിരിക്കുന്നു ഈ അന്ത്യകാലം. നേരത്തെ പറഞ്ഞു നമ്മൾ ഗ്ലോബൽ വാർമിംഗ്, അതുമായിട്ട് വേറൊരു കാര്യം ഉള്ളത്, ഈ ഭൂമിയിലേക്ക് വരുന്ന ചില മാരക രശ്മികൾ, അൾട്രാവയലറ്റ് റേസ്, അങ്ങനെയൊക്കെയുള്ള റേസിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ലെയറിനാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഈവൻ ഇപ്പോഴേ ഈ മാഗ്നറ്റിക് ഇതുകൊണ്ട് കുറഞ്ഞു പോയതുകൊണ്ട് ഓസോൺ ലെയറിലും വിള്ളൽ വീണിട്ടുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ദൈവത്തിൻ്റെ കൂടാരം, ദൈവം നമുക്ക് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത സമയത്ത് വെയിലടിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഒരു വിധാനം അവരുടെ മേലെ ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രൊട്ടക്ഷനായിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലൊരു പ്രൊട്ടക്ഷനായിരുന്നു നമുക്കും ഉണ്ടായിരുന്നത്. നമ്മുടെ വിധാനം ആകാശത്തിൽ നേരത്തെ 5 തട്ടുകളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ തട്ടുകളിലൊക്കെ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നതോടുകൂടി അതിൽ നിന്ന് ഈ പറഞ്ഞ ഓസോൺ ലെയറിൽ നിന്ന് ഉള്ള വിള്ളൽ കൊണ്ടോ എന്തോ കൊണ്ട് ഈ ഭൂമിയിലേക്കുള്ള രശ്മികൾ വരികയും അത് മനുഷ്യനെ കേടുണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചു. പിന്നെ അടുത്ത കാലങ്ങളിൽ രക്തമഴയെപ്പോലെ കാണുന്നതാണ് ആസിഡ് മഴ. ആസിഡ് മഴ ധാരാളമായിട്ട് പലയിടത്തും പെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള മാരകമായിട്ടുള്ള പല കെമിക്കൽസ് ഈ അന്തരീക്ഷത്തിലുള്ളത് കൊണ്ട് അത് മഴയുടെ തുള്ളിയോടുകൂടി താഴെ വരുമ്പോൾ അത് മനുഷ്യർക്കും ജന്തുക്കൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ദോഷം ചെയ്യും. നേരത്തെ വായിച്ചാണ് വെളിപ്പാട് പുസ്തകം 8-7 മുതലുള്ള വാക്യങ്ങളിൽ കടലിൽ 1/3 രക്തമായി തീരുന്നു എന്നൊക്കെ വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആസിഡ് മഴ പെയ്യുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ നമ്മൾ പറയും പ്രകൃതിക്ഷോഭങ്ങൾ നേരത്തെ ഉള്ളതിലും കൂടുതലാണ് ഇപ്പോഴും. നേരത്തെ ഇടയ്ക്കൊക്കെ ഉള്ളത് ഈ വലിയ ഈ കാറ്റും അതുപോലെ മഴയും, ക്ലൗഡ് ബസ്റ്റ് എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന മഴയ്ക്ക്. പണ്ട് മഴയെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വെള്ളം വരിക. അതായത് കുറച്ച് സമയം പെയ്താൽ മതി വലിയ മഴ ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്ലൗഡ് ബസ്റ്റ്. ഇത് ഇപ്പോഴേ കൂടെ ഉണ്ടാകുന്നതുകൊണ്ട്
ഫ്ലഡൊക്കെ ഇപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം എത്രയോ ഫ്ലഡുകൾ ഇപ്പോൾ അടുത്തടുത്ത കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ ഉണ്ട്. അതുപോലെ ഗൾഫ് മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഒമാനിലൊക്കെ ഭയങ്കര മഴയായിട്ട് വെള്ളപ്പൊക്കം പോലെയായിരുന്നു. ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇത് കാണിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ നനച്ചിരിക്കാത്ത സമയങ്ങളിൽ വരുന്നത് ലോകത്തിൻ്റെ അന്ത്യത്തെ കാണിക്കുന്നു. യെശയ്യാവ് 24:17-21 വാക്യങ്ങൾ: ഭൂവാസിയെ, പൊടിയും കുഴിയും കത്തിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിഴുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയില്ല. ഇങ്ങനെ ഉള്ള പ്രവചനങ്ങൾ ഇരിക്കുകയാണ്. ഭൂമി അതിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം. ഇത് ആൻറ്റിക്രൈസ്റ്റ് പറഞ്ഞ സമയത്ത് ഇത് കൂടുതലുണ്ടാവും എന്ന് നമ്മൾ മറന്നു പോകാൻ. വീണ്ടും വേറൊരു കാര്യമാണ് വാർത്താ മാധ്യമത്തിൻ്റെ വർധനവ്. വാർത്താ മാധ്യമം പഴയതുപോലല്ല. ഇപ്പം പെട്ടെന്ന് എല്ലാം കാണാം. ടെലഫോണ്, ഇൻ്റർനെറ്റ്, ടെലിവിഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം തന്നെ ലോകത്തെ ഒരു ഗ്രാമമാക്കി തീർത്തായിട്ട് കാണുന്നുണ്ട്. കർത്താവിൻ്റെ മടങ്ങിവരവ് അടുത്തു കഴിഞ്ഞതിൻ്റെ അതിൻ്റെ സന്ദേശം പോലും ഇപ്പം ആ സമയത്തെ പെട്ടെന്ന് ചെല്ലത്തക്ക രീതിയിൽ ആൾക്ക് അയക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശാച് തൻ്റെ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ലോകം മുഴുവൻ എല്ലാ രീതിയിലും എല്ലായിടവും ഇതെത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങളെ ക്രമീകരിക്കും എന്നുള്ള വാർത്താമാധ്യമത്തിൻ്റെ വർധനവ്. അടുത്ത കാലത്ത് പ്രപഞ്ചത്തിലുണ്ടായ വേറൊരു സംഭവമാണ് ഫ്ലൈയിങ് സ്നേക്ക്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. എന്താണ്? പറക്കുന്ന പാമ്പ്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 13-20 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയിൽ മനുഷ്യരിൽ 3-1 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലുമായിരുന്നു. വായിലോ സർപ്പത്തെ പോലെ തലയുള്ളത് ആയിരുന്നു. പറക്കുന്ന സർപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലൈയിങ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോഴേ ഇത് ഇപ്പോൾ ലോകത്ത് കാണാൻ തുടങ്ങി. നേരത്തെ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതിനകത്ത് പറയുന്ന 20 കോടി ജീവികളാണ് വരുന്നത്. തീ നിറം, ഗന്ധക വർണ്ണം ഒക്കെ ആയിട്ട് അത് യൂഫ്രട്ടീസിൻ്റെ അവിടെ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. ഏദൻ തോട്ടം വരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ ലോകത്തിലെ പല സ്ഥലങ്ങളിലും കാണാനായിട്ട് തുടങ്ങി. കാരണം ഇത് എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇത് കാണിക്കാനായിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണസമയത്തുണ്ടാകും എന്നുള്ളത്. കർത്താവ് വന്നതിന് ശേഷം അവനെ കാത്തിരിക്കുന്നവരെല്ലാം ഉയരത്തിലേക്ക് എടുക്കപ്പെടും. ആ സമയത്ത് കർത്താവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകാശങ്ങൾ വരും, നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതൊരു രഹസ്യ വരവാണ്. ആ ഉള്ളിടം വരേ ഉള്ളൂ. മേഘത്തിൽ എടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ മേഘം ചെല്ലുന്നിടത്ത് കർത്താവ് വരുള്ളൂ. ദാറ്റ് മീൻസ് മേഘം ചെല്ലുന്നത് ആകാശത്തിൻ്റെ 4-ാമത്തെ തട്ട് വരെയാണ്. കർത്താവ് അവിടെ വരുള്ളൂ, ഇങ്ങോട്ട് താഴോട്ടിറങ്ങി വരത്തില്ല. എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് വെച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിൻ്റെ അവിടം വരെയാണ് കർത്താവ് വരുന്നത്. അന്നേരം ആ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വരും. അതിനുശേഷം 7 വർഷം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ പരസ്യ വരും. അന്ന് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും അതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാരും എല്ലാം കൂടി ഈ ഭൂമിയിലേക്ക് കർത്താവ് കാലുകുത്തും. എന്തിനാണ് വരുന്നത്? സാത്താന്യ ശക്തിയെ നിർവീര്യമാക്കാനായിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ സാത്താനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അത് വന്നതിന് ശേഷം അന്നാണ് അർമഹദോൻ യുദ്ധം കഴിഞ്ഞിട്ട് സാത്താനെ പിടിച്ച് 1000 വർഷത്തേക്ക് പൂട്ടിയിടും. അവിടെ നമ്മളറിയാം രഹസ്യ വരവിലെ ദൈവത്തിൻ്റെ കാഹളം കേൾക്കാം. എന്നാൽ ഇവിടെ ഈ മഹോദ്രവത്തിന് മുമ്പ് ഈ യുദ്ധത്തിന് ദൂതന്മാരുടെ കാഹളമാണ് എന്ന് നമുക്ക് കാണാം. ദൂതന്മാരുടെ കാഹളം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ മഹോദ്രവത്തിൽ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെയും
എതിർ ക്രിസ്തുവിനെയും എതിർത്ത് നിൽക്കുന്നവരെയും കൂട്ടിച്ചേർക്കുവാനാണ് ആ കാഹളം വരുന്നത്. വായിക്കാം മത്തായി 24:30-31 വരെ. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങൾ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോട് അയക്കും. ദൂതന്മാരെയാണ് കാഹളധ്വനിയോട് അയക്കുന്നത്. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇത് പറയുന്നത് ഭൂമിയിൽ മഹോദ്രവത്തിൽ ചേറിക്കിടക്കുന്ന യഹൂദന്മാരെയും എതിർ ക്രിസ്തുവിനെ എതിർത്ത് നിൽക്കുന്നവരെയും കൂട്ടിച്ചേർക്കാനുള്ള ഇതാണ്. അതിനു മുമ്പ് ഈ ക്ലൗഡ്സ് എന്ന് പറയുന്ന ദൈവം സഞ്ചരിക്കുന്നത് മേഘത്തിൽ കൂടി എന്നാണ് പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. ബൈബിളിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. സങ്കീർത്തനം 104:3 ദൈവത്തിൻ്റെ വാഹനം മേഘമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ദൈവം സഞ്ചരിക്കുന്ന മേഘത്തിലാണ്. അതുപോലെ തന്നെ മേഘത്തിലായിരുന്നു ഏലിയാവിനെ എടുത്തത്. സ്വർഗീയ അഗ്നിയും ഒക്കെ യഹോവ ചുഴലിക്കാറ്റിൽ വരുന്നു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ മേലോട്ടെടുത്തു എന്ന് സംസാരിച്ച് ഏലിയാവ് എലീശാവും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവ് ചുഴലിക്കാറ്റ് വന്ന് മേലോട്ട് അഗ്നിരഥത്തിൽ എടുത്തു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ യഹോവ ചുഴലിക്കാറ്റിൽ വന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ വാഹനമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആകാശമേഘങ്ങൾ മഹാശക്തിയോട് വരുമെന്ന് പറഞ്ഞത്. ദൈവം വരുന്നത് ദൈവത്തിൻ്റെ വാഹനമാണ് മേഘം. മേഘത്തിൽ വരുന്നു. മനുഷ്യപുത്രൻ ആകാശത്തെ മേഘത്തിൽ ശക്തിയോടും തേജസ്സും കൂടെ വരുന്നത് നമ്മൾ കാണും. അപ്പോഴാണ് ആ കാഹളധ്വനിയിലാണ് വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നത്. ഇത് രഹസ്യവരവല്ല, ഇത് പരസ്യവരവാണ്. ഇത് യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന സമയമാണ്. ഒലിവുമലയിലെ കർത്താവ് വരുമ്പോൾ ഒലിവുമലയിൽ ചവിട്ടും, അന്നേരം അത് പിളർന്നു പോകും എന്ന് പറഞ്ഞ ഭാഗം ബൈബിളിലുണ്ട്. ഈ ഒലിവുമലയിലെ ജിയോളജിക്കൽ സർവേക്കാർ അത് എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതിനടിയിലേക്ക് കടൽ കയറി കിടക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ ഇത് ഇല്ല, താഴെ പോവും എന്ന് പറഞ്ഞിട്ട് പുതിയ കൺസ്ട്രക്ഷൻ ഒന്നും ഇപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അത് 1976 ഒരു സയൻസ് ടുഡേയിലെ ഒരു മാഗസിനകത്ത് അത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേ അത് കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. കാരണം അത് കർത്താവ് വരും, അതുപോലെ ആ ഒലിവുമല പിളർന്നു പോകും എന്നൊക്കെയുള്ള പ്രൊഫസി അത് ശാസ്ത്രവും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കർത്താവ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമുക്കറിയത്തില്ല, പല കാര്യങ്ങൾ നടക്കുന്നത് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഞാനൊന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പറഞ്ഞതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, ഇത് പ്രധാനപ്പെട്ട തെളിവുകളാണ്. നമുക്കറിയാം ഈ പ്രൈസ് ഇൻക്രീസ് ഈ ദിവസങ്ങളിലെ സാധനങ്ങളുടെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കൂടെ കഴിയുമ്പോഴും മനുഷ്യൻ്റെ ഈ വരുമാനം കാണത്തില്ല. അവന് വാങ്ങിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരുന്ന ഒരവസരത്തിലേക്ക് വരും. ഇന്ത്യയിൽ ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ക്ഷാമം വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുപോലെ ഭൂകമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. റിക്ടർ സ്കെയിലിൽ 9 വരെയുള്ള ഭൂകമ്പങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭൂമിയുടെ അടിസ്ഥാനം ഇളകിക്കൊണ്ടിരിക്കുക. ഭൂമിയുടെ അടിയിലുള്ള പ്ലേറ്റ് ഇളകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ന് ഈ ഭൂകമ്പം, ഭൂമികുലുക്കം ധാരാളമായിട്ടുണ്ട്. മഹാവ്യാധി അതിങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരെണ്ണം വന്ന് അത് ആളുകളെ വീക്കാക്കി കഴിഞ്ഞ് അടുത്തത് വരികയാണ്. ഇങ്ങനെ H1N1 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, പ്ലേഗ് എന്നറിയപ്പെടുന്നു, ചിക്കൻ ഗുനിയ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് മഹാവ്യാധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആളുകളുടെ ഇടയിലെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആത്മാർത്ഥത ഇല്ല. കുടുംബ ബന്ധങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നല്ല മനസാക്ഷിയില്ല. ഇതെല്ലാം ഈ നാളുകൾ നടക്കുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞു, ഗ്ലോബൽ വെതർ ചേഞ്ച്, ലോകം മുഴുവൻ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചുട്ടു പഴുക്കുന്ന രീതിയിലാകും. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ BP കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ഹാർട്ട് അറ്റാക്ക് കൂടുന്നു. അതുപോലെ മനുഷ്യൻ്റെ ബോൺസിൻ്റെ ശക്തി കുറയുന്നു. ബോൺസ് എല്ലാം ദ്രവിച്ച് പോകുന്ന അനുഭവത്തിലേക്ക് വരുന്നു. ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ മറ്റുള്ള ആസിഡ് മഴ പെയ്യുന്ന കാര്യം,
രക്തമഴ പെയ്യുന്ന കാര്യം, സുനാമി വരുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ, അതുപോലെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു ഫ്ലൈയിങ് സ്നേക്ക്, പറക്കുന്ന പാമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. ലോകത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാത്ത പോലും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു ഗ്രൂപ്പിനെ നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. അതെല്ലാം പിശാചിൻ്റെ വേറൊരു മാനിഫെസ്റ്റേഷൻ പോലെ, വേറെ ഗ്രഹങ്ങളിൽ നിന്ന് ആരാണ്ടൊക്കെ വന്ന് നോക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് നമുക്കറിയത്തില്ല, ക്ലിയർ ആയിട്ടൊന്നും എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സിനെയൊക്കെ കാണുന്നുണ്ട്. അതിന് പല കാര്യങ്ങളെ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. കർത്താവ് വരുമ്പോഴേ അവനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ അവൻ കൊണ്ടുപോകുള്ളൂ. കാത്തിരിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രാർത്ഥനയിലും അതുപോലെ വിശുദ്ധിയെ കാത്തും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുമൊക്കെ അവനെ കാത്തിരിക്കുമ്പോൾ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ കാത്തിരുന്നില്ലെങ്കിൽ കൊണ്ടുപോകത്തില്ലല്ലോ. അതുകൊണ്ട് വന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോഴല്ലേ ബസ്സിൽ കയറാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പം ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് എല്ലാം കിട്ടി, എല്ലാം ശരിയായി, അകത്തേക്ക് കയറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ല ആ സമയത്ത് വേറെ എവിടെയെങ്കിലും ചായ കുടിക്കാനും ഒക്കെ പോയി കുറേ കറങ്ങി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് അതിൻ്റെ പാട്ടിന് പോകും എന്ന് പറയുന്നത് പോലെ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അതാണ് പറയാനുള്ളത്. നിങ്ങൾ വിശുദ്ധിയിൽ നിങ്ങളുടെ ജീവിതം കാത്തിരുന്നാൽ കർത്താവ് വരുമ്പോൾ അവനോട് പോകാൻ പറ്റും എന്നുള്ളത്. ഞാൻ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി തുടർന്ന് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം കർത്താവേ. നിൻ്റെ വചനം കർത്താവേ, ഞങ്ങൾക്ക് എത്ര ഭംഗിയായി നിൻ്റെ വചനത്തിലെ നീ വരുന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് കർത്താവേ ഉണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ അത് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം വിധേയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ കർത്താവെ തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തലയിലെ ഞരമ്പുകൾ കൂടി കർത്താവെ രക്തോട്ടം ഇല്ലാതെയും അതുപോലെ കർത്താവെ പ്രയാസം, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത പ്രയാസത്തിലും അതുപോലെ നെടുവീർപ്പിലും കഴിയുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ഞാൻ അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രീതിയിലുള്ള ക്ലോട്ടുകളും തലയിലുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലെ മാനസിക വ്യഥയിലിരിക്കുന്ന കർത്താവെ, എപ്പോഴും ഇങ്ങനെ സംസാരിക്കുകയും ഇങ്ങനെ കർത്താവെ മാഡായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് കർത്താവെ ദൈവമേ നീ സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെടുവീർപ്പിട്ട് കരയുന്ന ചില വ്യക്തികൾ കർത്താവെ, ഇന്ന് രാത്രിയിലെ ദൈവത്തിൻ്റെ വലിയ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ അവരെ തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇത് കണ്ടവരെല്ലാം നീ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് എല്ലാ ദിവസവും ഉണ്ടാവും. നിങ്ങളത് വാച്ച് ചെയ്യണം. ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണണം. പിന്നെ അതുപോലെ ഈ പറയുന്ന വാക്യങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റഡിക്ക് നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ അത് ഞങ്ങൾക്ക് പ്രയോജനമായി തീരും. ഏതെങ്കിലും കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഇടണം. അതിനകത്ത് വാട്സാപ്പ് നമ്പറിൽ നിങ്ങളെ ഫോൺ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് അയക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.